സെൽസ് ബോയ്സിന്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയണത് എന്താണെന്നറിയും, നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ സ്നേഹിക്കുക. ഇന്ന് അമ്മമാര് നമുക്ക് ഒരുപാട് എന്താ പറയാ, ചിലപ്പോ നമ്മൾക്ക് നന്നാവാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പൊട്ടയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഭാവിയിലേക്ക് അത് നല്ലതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അമ്മമാരെ എപ്പോഴും കൂടെ ചേർത്ത് നിൽക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്റെ കുട്ടികളുടെ അടുത്ത്, എന്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാതൃക നിങ്ങളെ പോലെയുള്ള കാണിച്ചു കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞേ ആള് ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയെ മകനെ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യല്ലേ. എല്ലാവരും പോയി, 4 ആളുണ്ടായിരുന്നു. എല്ലാം അറിയാം എനിക്ക്. ഞാൻ എല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാതും ഞാൻ വായിക്കാറുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവിടെ ചാനലുകൾ വന്നുള്ളത് കണ്ടിട്ടുമുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. സന്തോഷമാണ്. ഞാൻ നിങ്ങളെ കാണുന്നത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ കൊല്ലം തന്നെ കഴിഞ്ഞ കൊല്ലത്തിന് മുന്നത്തെ കൊല്ലം തൊട്ടിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ ഞാൻ മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പൊ ഞാനിത് ഗൾഫിലാണ്. ഞങ്ങളിപ്പോ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നു, പ്രോഗ്രാം നടത്തി ലീവിന് വന്നിരിക്കുകയാണ് ഇപ്പൊ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ ഈ വരുന്ന 2 ആഴ്ച കഴിഞ്ഞ് പോകും. അപ്പൊ അതിന്റെ തിരക്കും ഞാൻ അമ്മേനെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3-4 ദിവസം മുന്നേ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാനിവിടെ, കഴിഞ്ഞ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ഇവിടേക്ക് വരാൻ വേണ്ടിട്ട്. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് എന്നെ ആരോ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോണത് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നില്ല, ഇവിടേക്ക് വന്നില്ല. അപ്പൊ അവര് നിങ്ങൾ പോയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെന്നെ അവിടെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് വിളിക്കാനും കൂടിയിട്ടായിരുന്നു ഒന്ന് വന്നത്. പരിപാടി എന്ന് പറഞ്ഞാല് അന്ന് നമ്മുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പൊക്കെ നിന്ന് നിങ്ങളുടെ സന്തോഷമല്ലേ ഏറ്റവും വലുത്. ഈ ഒരു മകനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് ഒരിത്തിരി സന്തോഷം എന്നെ കൊണ്ട് തരിക, അത് മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തു കണ്ടു എല്ലാം കാണുന്നുണ്ട്. സന്തോഷല്ലേ, സന്തോഷമായിട്ട് അമ്പലങ്ങള് കണ്ടു. വലിയ സ്ഥലങ്ങള് ഇനി പോവാണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് ഗൾഫ് കാണണമെന്നും ഒരു ബോധി ഉണ്ടായിരുന്നു. അതുകൊണ്ട്